ഞാനിപ്പോഴുള്ളത് നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിലാണ്. എൻ്റെ സമീപം ഒരു വാഹനമുണ്ട്, മാരുതിയുടെ ഓൾട്ടോ കാർ. ഈ വാഹനത്തിലാണ് ഇന്നലെ രാത്രിയിൽ നെയ്യാറ്റിങ്കര കൊടുങ്ങാവിളയ്ക്ക് സമീപം ഒരു യുവാവിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി 5 അംഗ സംഘം എത്തിയത്. ആദിത്യൻ എന്ന യുവാവാണ് മരിച്ചത്. അദ്ദേഹത്തെ കൊലപ്പെടുത്തുവാൻ വേണ്ടി 5 അംഗ സംഘം ഈ കാറിലെത്തുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്തി അവിടെ നിന്ന് ഈ കാർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഈ സംഭവം കണ്ടുനിന്ന നാട്ടുകാർ രോഷാകുലരായി. അവർ ഈ വാഹനം തല്ലി തകർന്നു. ഈ വാഹനം ഇപ്പോൾ നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ കേസിൻ്റെ തൊണ്ടിമുതലാണ്. ഈ വാഹനം ഒരു റെൻ്റേ കാറാണ്. ഇതിൻ്റെ ഉടമ അച്ചു എന്ന യുവാവാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് സുരേഷ്, ഡ്രൈവറായ സുരേഷ്, ഇന്ന് രാവിലെ ജോലി സ്ഥലത്ത് തൂങ്ങി മരിച്ചു. ഈ 2 സംഭവത്തിനും കാരണമായി തീർന്നത് ഒരു റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കാണ്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കാം. ഞാൻ ആർ ശ്യാംബാബു, ABC മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കഴിഞ്ഞ 2 മാസം മുമ്പാണ്. കൊല്ലപ്പെട്ട ആദിത്യൻ ജിബിൻ എന്ന നെയ്യാറ്റിങ്കര സ്വദേശിയുടെ പക്കൽ നിന്നും ഒരു ബുള്ളറ്റ് വാങ്ങിയിരുന്നു. ഇതിൻ്റെ പണമിടപാടുമായി സംബന്ധിച്ച പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതായത് ഈ ബുള്ളറ്റ് വാങ്ങുമ്പോൾ ഇതിൻ്റെ കുറച്ച് പൈസ അത് റീഫിനാൻസ് ചെയ്ത ശേഷം നൽകാമെന്നായിരുന്നു ആദിത്യൻ ഈ ജിബിനെ അറിയിച്ചിരുന്നത്. എന്നാൽ കൃത്യസമയത്ത് ഈ പണം തിരികെ നൽകാൻ ആദിത്യന് സാധിച്ചില്ല. ഇത് പിന്നീട് ഒരു തർക്കമായി. കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ചുള്ള സംസാരം ഈ ജിബിനും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ആദിത്യനും തമ്മിൽ ഉണ്ടാവുകയുണ്ടായി. ഇതിന് ശേഷമാണ് ഇന്നലെ രാത്രി 7:30 ഈ കൊലപാതകം സംഭവിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന നെയ്യാറ്റിങ്കരയ്ക്ക് സമീപമുള്ള കൊടുങ്ങാവിള എന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ഈ അക്രമം സംഭവിച്ചത്. 5 അംഗ സംഘം ഈ സ്ഥലത്തേക്ക് ആദിത്യന് പിന്നാലെ കാറിൽ എത്തുകയായിരുന്നു. തുടർന്ന് ഈ 5 അംഗ സംഘം ഇതിന് സമീപത്ത് കാർ നിർത്തുകയും ആദിത്യന് അരികിലേക്ക് ഓടിയെത്തുകയും ആദിത്യനെ ആക്രമിക്കുകയും ചെയ്തു. ഈ ആക്രമിച്ചതിനും ഒരു പ്രത്യേകതയുണ്ട്. ഈ ആദിത്യൻ്റെ വലതു ഭാഗത്തെ നെഞ്ചിന് മുകളിലായി ഒരു കുത്തു മാത്രം, ഒറ്റ കുത്താണ് കുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു. അത് ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് കുത്തേറ്റത്. വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു കൊലപാതകം എങ്ങനെ ഒരു കൊലപാതകം ചെയ്യാമെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലൊരു കൃത്യം നടത്താൻ സാധിക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. അദ്ദേഹത്ത് മറ്റൊരു ഇടത്തും, അതായത് ആദിത്യൻ്റെ ശരീരത്തിൽ മറ്റൊരിടത്തും പരിക്കുകൾ ഏറ്റിട്ടില്ല, മർദ്ദനം ഏറ്റിട്ടില്ല, അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ശരീരത്തിൻ്റെ ഈ ഭാഗത്ത് ഒരൊറ്റ കുത്ത് മാത്രം കുത്തിയിരിക്കുന്നു. അതിൽ തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് കൃത്യമായി ഈ കൊലപാതകം നടത്താൻ അറിയാവുന്ന, ഇതിന് പരിശീലനം ലഭിച്ചവരാണ് ഇത് ചെയ്തിരിക്കുന്നത്. പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നെയ്യാറ്റിങ്കര പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം 2 പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഈ 2 പേർക്ക് പുറമെ ഈ പ്രതികളുമായി അടുത്ത ബന്ധമുള്ള, ഇതിന് സഹായം ചെയ്തു എന്ന് സംശയിക്കുന്നവരും പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. പ്രധാനപ്പെട്ട മറ്റ് 3 പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 3 പ്രതികളുടെ ടവർ ലൊക്കേഷൻ തമിഴ്നാട്ടിലാണ് ഏറ്റവും അവസാനം പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നെയ്യാറ്റിങ്കര CIയുടെ നേതൃത്വത്തിലുള്ള സംഘം നെയ്യാറ്റിങ്കരയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോയി ഇതിൻ്റെ പരിശോധനകൾ നടത്തി വരുന്നത്. മറ്റൊരാളുടെ മരണത്തെക്കുറിച്ച് കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. സുരേഷ് എന്ന വ്യക്തിയാണ് ആത്മഹത്യ ചെയ്തത്. സുരേഷ് ഈ വാഹനത്തിൻ്റെ, അതായത് ഈ പ്രതികളെത്തിയ ഓൾട്ടോ കാറിൻ്റെ ഉടമയായിട്ടുള്ള അച്ചുവിൻ്റെ പിതാവാണ് സുരേഷ്. ഈ സംഭവത്തിന് ശേഷം സുരേഷിനെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിളിപ്പിച്ചിരുന്നു, അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അതിനു പുറമെ മറ്റ് ബാഹ്യ സമ്മർദ്ദങ്ങൾ കൂടി ഈ സുരേഷിനുണ്ടായി എന്നാണ് ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നത്. ഇതിനുള്ള മനോവിഷമം മൂലമാണ് സുരേഷ് ആത്മഹത്യ ചെയ്തത് എന്ന് ബന്ധുക്കൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്ത് സമീപമുള്ള റൂമിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലെ ജനറൽ ആശുപത്രിയിലേക്ക് ആ മൃതശരീരം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ അല്പം മുമ്പ് ഈ കൊല്ലപ്പെട്ട ആദിത്യൻ്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ഫിംഗർ പ്രിൻ്റ് യൂണിറ്റ് ആ സ്ഥലത്തേക്കെത്തി. കൈവിരൽ അടയാളങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. പ്രതികൾ ഉടൻ തന്നെ പിടിയിലാകും എന്നാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ചും BJP ഈ ഒരു സംഭവത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. BJP പ്രവർത്തകരാണ് ആദിത്യൻ എന്നാണ് BJPയുടെ നേതാക്കൾ പറയുന്നത്. ഈ ഗുണ്ടാ സംഘത്തിനെ ഉടനടി പിടികൂടണം എന്ന ആവശ്യം BJP നേതൃത്വം ഉന്നയിക്കുന്നു. അല്ലാത്തപക്ഷം ഒരു സമര പരിപാടികളിലേക്കൊക്കെ അവർ കടക്കുമെന്നും BJP നേതൃത്വം പറയുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. കൊടുങ്ങാവിള ജംഗ്ഷനിൽ വെച്ചാണ്. കൊലപാതകത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് മരിച്ച കക്ഷിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിച്ചു. ആ കൊടുക്കൽ വാങ്ങലുകളെ സംബന്ധിച്ചുള്ള തർക്കത്തിലാണ് ഈ കൊലപാതകം നടന്നു എന്ന് പറയുന്നത്.
ഈ പയ്യൻ BJPയുടെ ഒരു പ്രവർത്തകനാണ്. അപ്പോൾ ഇതിനകത്തുള്ള ദുഃഖകരമായ ഒരു കാഴ്ച, ഗുണ്ടകൾ യഥേഷ്ടം സ്വൈരവികാരം നടത്തുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ തെളിവെന്ന് പറയുന്നത്. ഗുണ്ടകളുടെ ഇഷ്ടം പോലെ അവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നതാണ്. ഈ കൊലപാതകം നടന്ന് ഇത്രയും സമയമായിട്ട് പ്രതികളെ കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ പോലീസ് അത് ശ്രമിച്ചിട്ടില്ല. അത് ഒരുപക്ഷെ ഈ ഗുണ്ടകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള ഗുണ്ടകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഴിഞ്ഞാടി ക്രമസമാധാനം തകർക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഏരയാണ് ഈ കൊച്ചുപയ്യൻ. ഇനി ആദിത്യനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതികൾ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ കണ്ടു നോക്കുക. പ്രതികളിൽ ചിലർ ലാഘവത്തോടെയാണ് നാട്ടുകാർക്കിടയിലൂടെ സ്ഥലത്തു നിന്നും കടന്നു കളയുന്നത്. പ്രധാന പ്രതിയായ ജിബിന്റെ ചിത്രങ്ങളും പോലീസ് ഇതിനോടകം പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് പ്രശ്നങ്ങൾ വീണ്ടും ആരംഭിച്ചത്. മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരനായ ആദിത്യൻ കളക്ഷൻ എടുക്കുന്നതിന് വേണ്ടി ഇന്നലെ ഉച്ചയ്ക്ക് നെയ്യാറ്റിൻകരയ്ക്ക് സമീപമുള്ള നെല്ലിമൂട് എന്ന സ്ഥലത്ത് എത്തിയിരുന്നു. ഈ സമയം പ്രതികളായ ജിബിനും സംഘവും ഇവിടെ എത്തുകയും ആദിത്യനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചാണ് ഈ വാക്കുതർക്കം അവിടെ ഉണ്ടാകുന്നത്. ഇതിനിടെ ഈ വാക്കുതർക്കത്തിനിടെ ആദിത്യന് നേരെ ജിബിൻ വധഭീഷണി ഉയർത്തുകയുണ്ടായി. എന്നാൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യൂ എന്നായിരുന്നു ആദിത്യൻ ഇവർക്ക് നൽകിയ മറുപടി. ഇതോടെ പ്രതികൾ കൂടുതൽ പ്രകോപിതരായി. ഇവർ ആദിത്യനെ ഈ സ്ഥലത്ത് വെച്ച് നെല്ലിമൂട് വെച്ച് ആക്രമിക്കാനുള്ള ശ്രമം നടത്തി. ആ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാർ ഈ വിഷയത്തിൽ ഇടപെടുകയും രണ്ടു കൂട്ടരെയും സമാധാനിപ്പിച്ച് മടക്കി അയക്കുകയും ചെയ്തു. എന്നാൽ ഈ ജിബിനും സംഘവും മടങ്ങിപ്പോകാൻ തയ്യാറായില്ല. അവർ നേരെ വിളിക്കുന്നത് അച്ചു എന്ന നെയ്യാറ്റിൻകരയ്ക്ക് സമീപം താമസിക്കുന്ന റെന്റേ കാർ കൊടുക്കുന്ന യുവാവിനെയാണ്. അദ്ദേഹത്തോട് ഇവർ പറയുന്നു തങ്ങൾക്ക് ടൂർ പോകാൻ വേണ്ടി ഒരു വാഹനം വേണമെന്നും അടിയന്തരമായി അത് തരണമെന്നും പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അച്ചു തന്റെ വെള്ള ഓൾട്ടോ കാർ ഈ പ്രതികൾക്ക് ടൂർ പോകാൻ വേണ്ടി കൈമാറി. ഈ കാറിലാണ് പ്രതികൾ പിന്നീട് ആദിത്യനെ പിന്തുടരുന്നത്. അത് ഉച്ച മുതൽ ആദിത്യൻ കൊല്ലപ്പെടുന്ന സന്ധ്യയ്ക്ക് 7:30 വരെ ഉണ്ടാവുകയുണ്ടായി. സന്ധ്യയ്ക്ക് 7:30 കൊടുങ്ങാവിളയിലെത്തിയ ആദിത്യനെ പ്രതികൾ തടഞ്ഞു നിർത്തി. ഇതിനുശേഷം പ്രതികളിൽ ഒരാൾ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള വാൾ ഉപയോഗിച്ച് ആദിത്യന്റെ നെഞ്ചിന് വലത് സൈഡിൽ മുകളിലായി കുത്തുകയായിരുന്നു. ഒറ്റ കുത്തിൽ തന്നെ ജീവൻ നഷ്ടമായി. സ്ഥലത്ത് വീണ് കിടന്ന ആദിത്യനെ എടുക്കുവാൻ ആദ്യഘട്ടത്തിൽ നാട്ടുകാർ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. ആരും ആദിത്യനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചതുമില്ല. എല്ലാവർക്കും ഒരു ഭയപ്പാടായിരുന്നു. സംഭവം അറിഞ്ഞ ആദിത്യന്റെ സുഹൃത്തുക്കളായ 2 പേർ നെയ്യാറ്റിൻകരയിൽ നിന്നും കൊടുങ്ങാവിളയിൽ എത്തിയാണ് ആദിത്യനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. അവർ വരുന്നത് ഒരു ഇരുചക്ര വാഹനത്തിലായിരുന്നു. ഈ ഇരുചക്ര വാഹനത്തിന്റെ നടുക്ക് ഇരുത്തിക്കൊണ്ടാണ് നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിൽ ആദിത്യനെ എത്തിക്കുന്നത്. എന്നാൽ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായിരുന്നു. വെറും 20,000 രൂപയുടെ ഇടപാടാണ് ആദിത്യന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ആദിത്യൻ 20,000 രൂപ ജിബിന് നൽകാനുണ്ടായിരുന്നു. ഈ തർക്കമാണ് ഇന്നലെ വൈകിട്ട് വലിയൊരു അക്രമത്തിലേക്കും ഒരു ജീവനെടുക്കുന്ന സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചത്. ഇത് പോലീസിനെ പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ചെറിയ കാര്യങ്ങൾക്ക് യുവാക്കൾ ആയുധങ്ങൾ ഏന്തുന്നു, ജീവനെടുക്കുന്നു, അക്രമത്തിന് തയ്യാറാകുന്നു എന്നതൊക്കെ ഇപ്പോൾ തന്നെ പരിശോധിച്ചാൽ, ഈ കേസിലെ പ്രതികളെ പരിശോധിച്ചാൽ എല്ലാവരും തന്നെ 25-നും 28-നും പ്രായത്തിലിടയ്ക്ക് ഉള്ളവരാണ് എന്നാണ് പോലീസ് പറയുന്നത്.
ഈ യുവാക്കൾ അക്രമത്തിലേക്ക് കടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ലഹരിയുടെ ഉപയോഗമാണെന്നും പോലീസ് പറയുന്നു. നേരത്തെ തന്നെ ഈ ഒരു മേഖലകളിലൊക്കെ ഈ ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി നടപടികൾ പോലീസ് എക്സൈസും ഒക്കെ സ്വീകരിച്ചിരുന്നതാണ്. എന്നാൽ അതൊന്നും ഫലവത്തായില്ല എന്നാണ് ഈ അക്രമങ്ങൾ തുടരെ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.